നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ പ്ലാൻ ബി. രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്രയ്ക്ക് പിന്നാലെ ബി.ജെ.പി. സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് എം.എൽ.എമാർ കാലുമാറി. സോണിയാഗാന്ധിയെ സേഫാക്കി. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറാനുള്ള തീരുമാനമെടുത്തത്. കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്രയ്ക്ക് പിന്നാലെ അസാമിൽ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെ പാർട്ടിയുടെ 2 എം.എൽ.എമാർ ബി.ജെ.പി. സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ അസമിലെ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നില കൂടുതൽ പരുങ്ങലിലായി. പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റും നോർത്ത് കരിംഗഞ്ചിൽ നിന്നുള്ള എം.എൽ.എയുമായ കമലാക്യ പുർഗയസ്ത ബുധനാഴ്ച തന്റെ സ്ഥാനം രാജിവെച്ച് ബി.ജെ.പി. സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നാലെ മംഗൾദോയിൽ നിന്നുള്ള കോൺഗ്രസ് എം.എൽ.എ ബസന്തദാസും ബി.ജെ.പി. സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. നിലവിലെ സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണെന്നും അതുകൊണ്ടാണ് പിന്തുണ നൽകാൻ തീരുമാനിച്ചതെന്നും കോൺഗ്രസ് ടിക്കറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ പാർട്ടിയിൽ തുടരുമെന്നും പുർഗയസ്ത പറഞ്ഞു. എം.എൽ.എമാരുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇത് സംസ്ഥാന സർക്കാരിനെ ശക്തിപ്പെടുത്തുമെന്നും വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും പറഞ്ഞു. പാർട്ടി സംസ്ഥാന ഘടകം പ്രസിഡന്റ് ഭൂപൻ കുമാർ ബോറയ്ക്ക് അയച്ച കത്തിൽ പുർഗയസ്ത തന്റെ സ്ഥാനം രാജിവെച്ചതായും എന്നാൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗമായി തുടരുന്നതായും അറിയിച്ചു. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് നിയമസഭാംഗങ്ങൾ തന്റെ സർക്കാരിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണ നൽകുമെന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത്തരം ആളുകളുടെ ഉള്ളിലിരിപ്പ് പുറത്തുവരുന്നത് കോൺഗ്രസിന് നല്ലതാണെന്ന് മാത്രമേ പറയാൻ കഴിയൂവെന്നും പാർട്ടിയുടെ സംസ്ഥാന ഇൻചാർജ് ജിതേന്ദ്ര സിംഗിന് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും എം.എൽ.എമാരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും അസം കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറ പറഞ്ഞു. 2022 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്തതിന് സൗത്ത് കരിംഗഞ്ച് എം.എൽ.എ സിദ്ദിഖ് അഹമ്മദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 29 സീറ്റുകൾ മാത്രമേ നേടിയിരുന്നുള്ളൂ. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ അതിന്റെ 2 നിയമസഭാംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി.ജെ.പിയിൽ ചേർന്നതോടെ എണ്ണം 27 കുറഞ്ഞു. അതേസമയം കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സോണിയാഗാന്ധി ബുധനാഴ്ച രാജസ്ഥാനിലെ ജയ്പൂരിലെ സംസ്ഥാന അസംബ്ലിയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടി നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അശോക് ഗെഹ്ലോട്ട്, ഗോവിന്ദ് സിംഗ് ദോത്രസ എന്നിവരും അവർക്കൊപ്പമുണ്ടായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറാനുള്ള തീരുമാനമെടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. അനാരോഗ്യം കാരണം തന്റെ ലോക്സഭാ മണ്ഡലം പതിവായി സന്ദർശിക്കുന്നത് സോണിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതേ തുടർന്നാണ് രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നത്. നേരത്തെ 2019 തെരഞ്ഞെടുപ്പിൽ ഇത് തന്റെ അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് സോണിയ പറഞ്ഞിരുന്നു. രാജ്യസഭയിൽ നിന്നുള്ള സോണിയാഗാന്ധിയുടെ നാമനിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് കോൺഗ്രസ് നേതാവിന് എല്ലായ്പ്പോഴും രാജസ്ഥാനുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞു. പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ബഹുമാനപ്പെട്ട ശ്രീമതി സോണിയാഗാന്ധിജിയെ പ്രഖ്യാപിച്ചതിനെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഗെഹ്ലോട്ട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.